ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡോമിനാർ ഓടിക്കുന്ന ആൾക്കാരുടെ സ്ഥിരം ഒരു ഇഷ്യൂസാണ് ഡോമിനാറിൻ്റെ ഗിയർ ലിവറിൻ്റെ ഒരു ഷേക്കിംഗ്. അതൊരു കംപ്ലൈൻ്റ് അല്ല, പക്ഷെ പോകെ അത് കംപ്ലൈൻ്റായി മാറും. എത്ര നന്നായിട്ട് സൂക്ഷിച്ചിരുന്നാലും ഉണ്ടാകുന്ന ഒരു മെയിൻ ഇഷ്യൂ ആണ് ഇതായി കാണുന്നത്. ബോൾട്ടൊക്കെ മാക്സിമം ടൈറ്റാണ്. എത്ര ടൈറ്റായിട്ടുണ്ടായാലും ഈ ഒരു ഗിയറിൻ്റെ ഒരു ലിവർ ചാട്ടം ഉണ്ടാവും. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെയറിംഗ് വന്നിരുന്നെങ്കിൽ ആ ഒരു ചാട്ടം വരില്ലായിരുന്നു, ഈ ഒരു ഷേക്കിംഗ് വരില്ലായിരുന്നു. ഇവിടെയും ഇതിങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ അതിൻ്റെ ആ ഒരു ത്രെഡ് കംപ്ലൈൻ്റ് ആകും. യൂട്യൂബിൽ ഒരുപാട് വീഡിയോ കണ്ടപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. KTMൻ്റെ ഡ്യൂക്ക് 390 ജനറേഷൻ 3 അതിന് വരുന്ന ഗിയർ ലിവർ ഡോമിനാറിന് കറക്റ്റായിരിക്കും. ഇതിൻ്റെ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. അപ്പോൾ ഞാനിത് ഡ്യൂക്ക് 390യുടെ ഗിയർ ലിവർ ഡോമിനാറിലോട്ട് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഈ കാണുന്നതാണ് എൻ്റെ സീരിയൽ നമ്പർ. ഞാനത് ഫോട്ടോ സ്ക്രീനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ സീരിയൽ നമ്പർ വെച്ചിട്ട് വാങ്ങാവുന്നതാണ്. ഞാൻ ഓൾറെഡി പാക്കറ്റ് പൊട്ടിച്ചതാണ്, എല്ലാം ചെക്ക് ചെയ്തിട്ട് എടുത്തത്. അപ്പോൾ നമുക്കിത് ഒന്ന് ഡോമിനാറിൽ ഫിറ്റ് ചെയ്ത് നോക്കിയാലോ. ആദ്യം നമുക്ക് ഡോമിനാറിൻ്റെ സ്റ്റോക്ക് ഗിയർ ലിവർ ചേഞ്ച് ചെയ്യാം. ടെന്നിൻ്റെ സ്പാനർ വേണം. നമുക്കാദ്യം ഇവിടുത്തെ നട്ടഴിക്കാം. ഞാൻ ഈ ഗിയർ ലിവർ ട്രിവാൻഡ്രത്ത് ഷോറൂമുള്ള ചോദിച്ചപ്പോൾ ഇവിടെ പുറത്ത് കൊടുക്കുന്നില്ല, സ്റ്റോക്ക് പാർട്സൊന്നും പുറത്ത് കൊടുക്കില്ല, സർവീസിന് കൊണ്ടുവരുമ്പോൾ ചേഞ്ച് ചെയ്യാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ വണ്ടിയാണെങ്കിൽ ഡോമിനാറുമാണ്, KTM അല്ല. അപ്പോൾ അവർ പറഞ്ഞ ബുദ്ധിമുട്ടാണ്. പക്ഷെ അവരൊരു സൊല്യൂഷൻ പറഞ്ഞു തന്നു. അവർ പറഞ്ഞു കൊല്ലം സാരഥി, KTMൻ്റെ കൊല്ലം സാരഥിയിൽ പോയി കഴിഞ്ഞാൽ അവർ ഹോൾസെയിൽ ഡീലറാണ്. അവിടെ ചെന്ന് നല്ല സ്റ്റോക്ക് സാധനം കിട്ടും, അവർ തരും എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഗൂഗിളിൽ കയറിയിട്ട് സാരഥിയുടെ നമ്പർ എടുത്തു, വിളിച്ചപ്പോൾ അവിടെ ഒരു ഗ്രൗണ്ട് സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവർ സർവീസിൽ നമ്പർ തന്നു. അവിടുത്തെ നമ്പറിൽ വിളിച്ചപ്പോൾ നമ്പർ കിട്ടി. കോൾ ചെയ്തപ്പോൾ അവർ പറഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. അവർ ഗ്യാരണ്ടിയും തരില്ല, കാര്യം വണ്ടി ഡോമിനാർ ആയതുകൊണ്ട് നിങ്ങൾ പറയുന്ന സീരിയൽ നമ്പറിലുള്ള സ്പെയർ തരാം എന്ന് പറഞ്ഞു. നമ്മൾക്ക് കുഴപ്പമില്ല, ഏതെങ്കിലും പരാതി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ വരില്ല, കാര്യം ഇത് ഞാൻ തന്നെയാണ് പണിയുന്നത്, ചിലപ്പം വിജയിച്ചു എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, പരാതിയൊന്നും ഉണ്ടാവില്ല, എനിക്ക് സാധനം കിട്ടുമെന്ന് ചോദിച്ചു. അവർ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊല്ലത്ത് പോയിട്ടാണ് ഈ സാധനം മേടിച്ചത്. ഇനി അടുത്ത വേണ്ട സ്പാനർ ബോക്സാണ്, അലേങ്കിയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഇത് അഴിച്ചെടുക്കണം. അങ്ങനെ ഞാൻ കൊല്ലത്ത് പോയി സാധനം മേടിച്ചു. വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറിയത്. ഒരു വലിയ ഷോറൂമാണ്. ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. ട്രിവാൻഡ്രത്തില്ല ഇത്രയും നല്ലൊരു ഷോറൂമും ഇത്രയും വൈഡായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ, അത് പറയാതിരിക്കാൻ പറ്റില്ല. അവിടെ തന്നെ ട്രയംഫ് ഉണ്ട്, ബജാജ് ഉണ്ട്, KTM ഉണ്ട്. എല്ലാവരും കൂടി ഒരു കോമ്പൗണ്ടില്ല, ഒരു വലിയൊരു കോംപ്ലക്സ് ആയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക ബിൽഡിംഗ്. എനിക്കൊരു ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. എല്ലാ ബ്രാൻഡും അവിടെ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇതഴിച്ചു. ത്രെഡ് ഇതാണ് ഡോമിനാറിൻ്റെ സ്റ്റോക്ക്. ഇതൊക്കെ ഓടിച്ചിട്ടാവാം ഒത്തിരി തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഇവിടെ ബെയറിംഗ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ നല്ലൊരു കൊള്ളാമായിരുന്നു. ഇത് ബെയറിംഗ് അല്ല, അതുകൊണ്ട് ഈ വിഷയം വന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ചേഞ്ച് ചെയ്താലോ. ഇത് റോഡ് അസംബ്ലിയാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 225 ഇതാണ് സീരിയൽ നമ്പർ. ഇത് ജനറേഷൻ 3 വരുന്ന ടൈപ്പ് എന്നാണ് പറയുന്നത്. സീരിയൽ നമ്പർ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം മേടിക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാനിത് കൊണ്ടുവന്നെല്ലാം ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ ഇത് മേടിച്ചു. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 181 രൂപയാണ്. ആം ചേഞ്ചർ
ആം ചേഞ്ചർ മേടിച്ചു. 181 റേറ്റ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇവിടെ കണക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ബോൾട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും അതിൻ്റെ ഒരു സ്പേസറുണ്ട്, വാഷർ. ഇത് വാഷറാണ്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഇതിലൊരു സ്പേസർ വരുന്നുണ്ട്. കാര്യം അതിൻ്റെ ബെയറിങ്ങിൽ ഇതാണ് വന്ന് കണക്ട് ചെയ്യുന്നത്. അകത്ത് വന്നിട്ട് കണക്ട് ചെയ്യണം. ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം. അടുത്തത് ലിവർ അസംബ്ലിയാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 923. ഇതാണ് സാധനം. ഇതിലെന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബെയറിംഗ് ആണ് ഇവിടെ വരുന്നത്. കാണുന്നുണ്ടോ? ബെയറിംഗ് ആണ്. ഈ ബെയറിംഗ് വരുമ്പോൾ അവിടെ ഒരു പ്ലേയുടെ വോളിയം കുറയും, പ്ലേ കുറവായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് അസംബ്ലി ചെയ്യണം ആദ്യം. അടുത്തത് ആം ചേഞ്ചറാണ്. ആം ചേഞ്ചറിൻ്റെ പൊസിഷൻ നോക്കി വേണം നമ്മളത് കണക്റ്റ് ചെയ്യാൻ കേട്ടോ. ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് തെറ്റിപ്പോയി. ഗ്യാസ് ഇത് അപ്പുറ സൈഡിലാണ് വരേണ്ട. പണിപ്പാളി. ഒന്നും കൂടി കഴിക്കണം. ഞാൻ അപ്പോഴും വിചാരിച്ചു നല്ല സ്ട്രോങ് ആയിട്ട് ടൈറ്റ് ആയപ്പോൾ അഴിക്കേണ്ടി വരുമെന്ന്. ഞാൻ ഈ മെക്കാനിക്കൽ വർക്കിൽ എക്സ്പേർട്ടൊന്നുമല്ല, അതുകൊണ്ടായിരിക്കണം തെറ്റിപ്പോകുന്നത്. പിന്നെ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് സെറ്റാണ്. നമുക്കൊന്ന് ട്രയൽ ചെയ്ത് നോക്കിയാലോ. ഓക്കെ, കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ലിവർ അസംബ്ലി സെറ്റ് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ മേടിച്ച ബോൾട്ടും വാഷറുണ്ട്, സ്പേസറാണ് എൻ്റെ പേര്. എൻ്റെ എല്ലാത്തിൻ്റെ ബില്ല് എമൗണ്ട് ഞാനവിടെ കൊടുക്കാം. ഇത് ഫിറ്റ് ചെയ്യുമ്പോഴാണ് വാഷർ ഈ സ്പേസറിൻ്റെ ഈ അകത്ത് ഇവിടെ ഒരു ചെറിയൊരു സംഭവം വരുന്നില്ലേ, അതകത്താണ് വരേണ്ടത് കേട്ടോ. അതിവിടെ വന്ന് കണക്ട് ചെയ്യണം. ഇങ്ങനെ കണക്ട് ചെയ്യണം. തിരിച്ച് ഇട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പം ഈ അകത്തുള്ള ബെയറിംഗ് ടൈറ്റായി പോകും. അതുകൊണ്ട് ഇങ്ങനെ തന്നെ അത് കണക്ട് ചെയ്യണം. നമ്മളങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, ഇങ്ങനെയല്ല, ഇങ്ങനെയാണ്. ലിവർ അസംബ്ലി ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ വാഷറിൻ്റെ മെത്തേഡ്. ആ വാഷർ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് ടൈറ്റായി പോകും. ഇതാ വാഷർ കേട്ടോ, സ്മൂത്തായിട്ട് വരുന്നുണ്ടോ. അപ്പോൾ നമുക്കടുത്തത് ചേഞ്ചറാണ്. ആം ചേഞ്ചർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഗിയറിൻ്റെ പൊസിഷൻ നോക്കണം. ഇവിടെ വെച്ച് ലിവർ അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമുക്കതിനെ പിന്നെ ഗിയർ ലിവറിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ കാണുന്നുണ്ടോ. ഞാനിതിന് ഓടിച്ചു നോക്കിയിട്ട് ഗിയർ ലിവർ എൻ്റെ നോർമൽ സ്റ്റോക്ക് പൊസിഷനിൽ തന്നെയാണോ എന്നറിയാൻ ഒന്ന് ഓടിച്ചു നോക്കണം. അതിന് ശേഷം ഇത് ടൈറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കണ്ടിട്ട് കറക്റ്റാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇപ്പോൾ അപ്ലൈ ഇല്ല. നമ്മൾ നേരത്തെ ഡോമിനാർ കണ്ട അപ്ലൈ ഇല്ല. തിരി ഓടിച്ചു നോക്കിയിട്ട് ഞാൻ അതിൻ്റെ റിവ്യൂ പറയാവേ. അപ്പോൾ ഇതാണ് KTMൻ്റെ ഗിയർ ലിവർ ഡോമിനാറിൽ ഇൻസ്റ്റാൾ ചെയ്ത രീതി. കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടാവും.
കാണുന്നവരത് ക്ഷമിക്കുക, എക്സ്പീരിയൻസ് ഇല്ല, അതാണ് എൻ്റെ പ്രത്യേകത. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ. വേണം 4-5 ദിവസമായി വണ്ടി എടുത്തിട്ട് റൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. വണ്ടി നോർമലി വാമാകുമ്പോൾ കറക്റ്റ് വോളിയത്തിലോട്ട് വന്നോളൂ. ഗിയർ പൊസിഷൻ എവിടെയാണെന്ന് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. കുറച്ച് ക്രിസ്പി ആയിട്ടാണ് കാണുന്നത്. നേരത്തെ പഴുത്തോലി ചവിട്ടിയ പോലെ ആയിരുന്നു ഗിയർ ലിവർ ഇടുന്നത്. ഇനി ഓടിച്ച് നോക്കുമ്പോഴേക്കും കറക്റ്റായിട്ടുള്ള ഷേപ്പ് അറിയാൻ പറ്റുന്നത്. ഇനി ഇന്നും കൊണ്ട് ചെക്ക് ചെയ്യുന്ന ഷേപ്പ് അല്ലല്ലോ നമ്മൾ ഓടിക്കുമ്പോൾ. അപ്പോൾ ഇതാണ് ഡോമിനാറിൽ KTM ഗിയർ ലിവർ ചേഞ്ച് ചെയ്ത വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കാണുന്നവർ പറ്റിയാൽ സബ്സ്ക്രൈബ് ചെയ്യണം. വേറൊരു ചെറിയൊരു പരിപാടി കൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡോമിനാറിൽ സ്ഥിരം കണ്ടുവരുന്നൊരു ഇഷ്യൂ ആണ് അവിടെ ചെളി തെറിക്കുന്നത്. അപ്പോൾ അവിടെ പെയിൻറ്റ് ചെയ്തെങ്കിലും അത് ഇളകിപ്പോയി. അതിന് ഞാനൊരു എക്സ്റ്റെൻഡ് ചെയ്ത മഡ് ഫ്ലാപ്പ് മേടിച്ചു. ഇത് കുറച്ചും കൂടി മുകളിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ഞാൻ കുറച്ച് താഴ്ത്തിയപ്പോൾ മഴ ചെളി ഇതിവിടം വരെ തെറിക്കുള്ളൂ. ഇവിടെ വരെ തെറിക്കും, മേളിലോട്ട് തെറിക്കില്ല. ഇതുവരെ കുറച്ച് സമയം വെച്ച് ഓടിച്ചു നോക്കട്ടെ. വൃത്തികേട് നമ്മൾ കാണുന്നില്ല, ബാക്ക് സൈഡല്ല, ചെളി നേരിട്ട് കാണാൻ പറ്റും, വൃത്തികേട് തന്നെയാണ്. അതിന് ഒരു മഡ് ഫ്ലാപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ലെങ്ത് വീഡിയോ ആയിട്ടുണ്ടോ എന്നറിയില്ല, എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് വീഡിയോ. അപ്പോൾ ഡോമിനാറിൻ്റെ ഗിയർ ലിവർ ചേഞ്ച് ചെയ്ത് KTM Gen 3 Duke 390 ഗിയർ ലിവർ ഉപയോഗിക്കാൻ പറ്റും. അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളവർക്ക് ചെയ്യാം, ബെറ്ററാണ്, പ്രശ്നമൊന്നുമില്ല. മറ്റേ നേരത്തെ കണ്ടിരുന്ന ചാട്ടമൊന്നുമില്ല, പ്ലേ ഇല്ല, ബെയറിങ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുവരെ കണ്ടുപിടിക്കുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.